أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد ربنا اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمن يحبنا آمين برحمتك يا أرحم الراحمين. നമ്മൾ തഫ്സീർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യണം. 2023 ക്വസ്റ്റ്യൻ 5/3/2023 നടന്ന എക്സാം. അള്ളാഹു ഒരു നാഫിയായ കർമ്മമായി കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ എല്ലാ പരീക്ഷണങ്ങളും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. പ്ലീസ് ലിസൺ ടു മീ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നൂസ്രി ബിമാ യുനാസിബ് ചേരുംപടി ചേർക്കുക. അന്നാദി അൽ ആലം ഹുനഫാ അൽ യഹൂദ് അഖ്ല അൽ ഖാദീൻ അൻ നസ്വാറ. ഓപ്ഷൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുല്ലു മാ സിവ അല്ലാഹ് അൽ ആലം. ആൻസർ ആലം. 2, അൽ മഗ്ലൂബ് അലൈഹിം അൽ യഹൂദ്. അല്ലേ? ചോദ്യം വരും, വലല്ലാഹി ഖാലിനാരാൻ നസാറാക്കൾ, മഗ്ലൂബ് അലൈഹിം യഹൂദന്മാർ. ശ്രദ്ധിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നുണ്ട്. അഹ്കാമുൽ ഹാക്കിമീൻ വിധികർത്താക്കൾ വെച്ച് ഏറ്റവും വിധികർത്താവ്. അതിന് അഖ്വൽ ഖാദീൻ ജഡ്ജിമാരിൽ വെച്ച് ഏറ്റവും ടോപ്പ് ജഡ്ജി. അടിപൊളി ന്യായം ജസ്റ്റിസോടുകൂടി ചെയ്യുന്ന ആൾ. അൽ മക്കാൻ യസ്തമി ജനങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ട സ്ഥലം. അന്നാദി ക്ലബ്ബ്. മാഇനീന ലിൽ ഖൈർ എന്നെ ചോദിച്ച പദമാണ് ഹുനഫാ. ശ്രദ്ധിക്കണേ. വലിയ 2, നുമയ്യിസ് സ്വഹിയ ബിഹാദിഹി. എന്ത് ചെയ്യാ? ശരി ടിക്ക് ചെയ്തിട്ട് നുമയ്യിസു ബിഹാദിഹി, ശരിയോണ്ട് എന്ത് ചെയ്യുക? ശരീരത്തിന് ടിക്ക് ചെയ്യുക, വ്യതിരിക്തമാക്കാം. ഫിറഖുൽ യഹൂദി ജൂതന്മാരുടെ പാർട്ടി എത്ര ഇനാം? 71, 72, 73. ഏതാ തെറ്റ്? ഉത്തരം 71. ചോദ്യം, ക്രിസ്ത്യാനികളുടെ പാർട്ടി എത്ര ഇതാ? 72. മുസ്ലിങ്ങൾ എത്ര പാർട്ടിയായി മാറും? 73. കേട്ടോ. അപ്പോൾ നമ്മൾ ഫിറഖുൽ യഹൂദ് ചോദ്യം, അതിന് ഉത്തരം 71. അൻഹാറുൽ ജന്ന സ്വർഗത്തിലെ നദികൾ എത്ര ഉണ്ട്? 3, 4, 5. 4. മനസ്സിലായ? 4. ഏതെല്ലാം നദികളാ? വെരി ഗുഡ്. 3, തഅദീലു റുബുൽ ഖുർആൻ. ഖുർആന്റെ 4/1 തുല്യമാകും. ഏതാ സൂറത്ത്? കാഫിറൂന്, സൽസല, നസ്ർ. ഏട്ടൻ പറഞ്ഞതാണ് നമ്മള്. നോ, കാഫിറൂൻ. അപ്പൊ ഈ ചോദ്യം, പിന്നെ നിസ്ബിന് തുല്യാണ് ഏതാ? സൽസല. പിന്നെ സുലുസ് ഏതാ? ഇഖ്ലാസ്. റുബു ഏതാ? ഇപ്പൊ പറഞ്ഞത് കാഫിറൂൻ. മനസ്സിലായോ? അങ്ങനെ ചോദ്യം വരും. അപ്പൊ അതുകൂടി പഠിച്ചു വെക്കണേ. 4, ആഖിർ സൂറത്തിൻ നസലത്ത്. അവസാനം ഇറങ്ങിയ സൂറത്ത് ഏതാ? സൂറത്തുൻ നസ്ർ. ഇദാ ജാ നസ്റുല്ലാഹി. അല്ലേ? കുറെ സഹാബാക്കൾക്ക് അറിഞ്ഞില്ലേ ഇദാ ജാ നസ്റുല്ലാഹി ഇറങ്ങിയപ്പോ? റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ മരണ വാർത്ത അതിലുണ്ട് എന്നാണ്. 5, മിൻ അസ്മാഇ സൂറത്തുൽ ഇഖ്ലാസ്. ഇഖ്ലാസ് സൂറത്തിന്റെ പേരിൽ പെട്ടതാണ് അന്നജാത്തു, അൽ മസദ്, അൽ കൗസർ. ഏതാ? മസദല്ല, കൗസറും അല്ല. അപ്പം ബാക്കിയുള്ള ഏറെ കുട്ടിയാണ് നജാത്ത്. കേട്ടോ. പിന്നെ ഇഖ്ലാസിന്റെ കുറച്ച് പേര് നമ്മൾ കുറെ പഠിക്കാൻ പറഞ്ഞു. ഇഖ്ലാസ് അല്ലേ? കുറെ പേരുകളുണ്ട്. സബൽ മസാൻ കുറെ ഉണ്ട്, അത് പഠിക്കാം. കേട്ടോ. നുബൈദിനു 3ാമത്തെ വലിയ ക്വസ്റ്റ്യൻ നമുക്ക് വ്യക്തമാക്കാം. മലിക്കിന്നാസിന്റെ അർത്ഥം എന്താണ്? അൽ മുതസർരിഫു ബി അൻവാഇ തസറുഫാത്ത്. വ്യത്യസ്ത ക്രിയവിക്രയങ്ങളെ കൊണ്ട് അവരിൽ ക്രിയവിക്രയം നടത്തുന്നവൻ. 2, ഫായിദത്തു ഖിറാഅത്തിൽ ഇഖ്ലാസ് 10 മറാത്ത്. 10 പ്രാവശ്യം ഇഖ്ലാസ് സൂറത്ത് ഓതുന്നതിന്റെ ഫായിദ എന്താണ്? ബനല്ലാഹു ലഹു ഖസറൻ ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ അല്ലാഹു അവന് ഒരു കൊട്ടാരം നിർമ്മിച്ചു കൊടുക്കും. 3, ഔസാഫുൽ ഹൗദുൽ കൗസർ. ഹൗദുൽ കൗസറിന്റെ വിശേഷണം എന്താണ്? ഹൗദുൻ അതാഹു അല്ലാഹു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ആഖിറ. ആഖിറത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഒരു ഹൗദാണ്. തുറാബു മിസ്കുൻ. അതിന്റെ മണ്ണ് കസ്തൂരിയാണ്. ഹസ്ബാഉഹു. അതിന്റെ ചരൽക്കല്ലുകൾ എന്താണ്?
മാണിക്കൽ കല്ലുകളാണ്. മാഹു അബിയദു മിനൽ ലബനി, അതിന്റെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്. വഅഹ്ലാ മിനൽ അസലി, തേനിനേക്കാൾ മധുരമുള്ളതാണ്. ആനിയതു ബിഅദദിൻ നുജൂം, അതിന്റെ പാത്രങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണങ്ങൾക്ക് തുല്യമാണ്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, അന്നാസു അർബഅതു അഖ്സാം, ജനങ്ങൾ 4 വിഭാഗമാണ്. ആരൊക്കെയാണ്? പ്രത്യേകം നോട്ടേണ്, കുറെ ക്വസ്റ്റ്യനുകൾ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ 4 വിഭാഗമാണ്. ആരെല്ലാമാണ്? ഒന്ന്, മല്ലഉൽ ഖൈറു ഫിദ്ദാറൈൻ, 2 വീട്ടിൽ മീൻസ് ആഖിറത്തിലും ദുനിയാവിലും ഖൈറുള്ള ആള്. അതാരാ? അഹ്ലുൽ ത്വാഅത്തിൽ അഗ്നിയാ. അഹ്ലുൽ ത്വാഅത്തിൽ അഗ്നിയാ, ധനാഢ്യന്മാരായ സൽക്കർമ്മികൾ. അവർക്ക് പടി അടിച്ചു പൊളിയാ, ആഖിറത്തിൽ സ്വർഗം കിട്ടിയിട്ട് അവിടെ അടിച്ചു പൊളിക്കും. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. 2ാമത്തെ വിഭാഗം മല്ലഹു സൂറത്തു ശർരി ഫി ദുനിയ വഖൈറു ഫിൽ ആഖിറ, ദുനിയാവിൽ എങ്ങനെ നോക്കുമ്പോൾ മൂപ്പർക്ക് ഒരു ഷർറിന്റെ രൂപത്തിലാണ്, ഷർറല്ല കേട്ടോ, ഷർറിന്റെ രൂപത്തിലാണ്, പക്ഷെ ആഖിറത്തിൽ മൂപ്പർക്ക് ഖൈറാണ്. അതാരാ? മുഅ്മിനീങ്ങൾപ്പെട്ട പാവങ്ങൾ, അൽ ഫുഖറാഉൽ മുഅ്മിനൂൻ, മനസ്സിലായോ? അവരാണവർ. അപ്പൊ ഇവിടെ ഇടങ്ങേറാണ്, നമുക്ക് പാവം, നമ്മൾക്കൊരു വിഷമം തോന്നും, ഷെറ് പോലെ തോന്നും. പക്ഷെ ഇവിടെ തോന്നുകയാണ് സൂറത്തിലാണ് ആഖിറത്തിൽ സൂപ്പറാവും. 3ാമത്തത് മല്ലഹു ശർറു ഫീഹിമാ, ദുനിയാവിലും ആഖിറത്തിലും 2 ഷർറുള്ള ആള്. അതാരാ? അൽ കഫറത്തുൽ ഫുഖറാ, ഫക്കീറന്മാരായ കാഫിരീങ്ങൾ. ഇവിടെ അടങ്ങൽ ആഖിറത്തിൽ എന്ന് അവിടെ നരകത്തിലും അടങ്ങൽ, മനസ്സിലായോ? 4ാമത്തെ വിഭാഗം മല്ലഹു സൂറത്തു ഖൈറിൻ ഫി ദുനിയ വ ശർറുൻ ഫിൽ ആഖിറ, ദുനിയാവില് ഖൈറിന്റെ രൂപത്തിലാണ്, ഇവിടെ ഖൈറിന്റെ രൂപത്തിലാണ്, പക്ഷെ ആഖിറത്തിന് ഷർറാണ്. അപ്പൊ ഇവിടെ അത് ഭയങ്കര ഉഷാറാണെന്ന് തോന്നും. അതാരാ? പക്ഷെ ആഖിറത്തിന് നരകാണ്. അൽ കഫറത്തുൽ അഗ്നിയ ആണവർ. ഓക്കെ അല്ലേ? ഇനി വലിയ 4ാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ വി ക്യാൻ ആൻസർ. അൽ ഇബാദത്തു നൗആനി മാ ഹുമാ, ഇബാദത്ത് 2 ഐറ്റംസ് ആണ്. ഏതെല്ലാമാണ്? ഒന്ന് ഖൽബിയത്തും വ ഖാലബിയത്തും. പഠിക്കണേ, ഖൽബിയത്തും ഖാലബിയത്തും. ഖൽബിയത്ത് എന്ന് പറഞ്ഞാ ഇഅ്തിഖാദു റുബൂബിയത്തില്ലാഹി, അള്ളാന്റെ റുബൂബിയത്തിൽ വിശ്വസിക്കുക, അള്ളാഹ് പടച്ചവനാണ് ശരിക്കാണ് മനസ്സിലാക്കി വിശ്വസിക്കുക. 2ാമത്തെ പ്രകടമായ വിനയത്തിന്റെയും കേണപേക്ഷിക്കലിന്റെയും താഴ്മയുടെയും രൂപത്തിലായിട്ട് വരുന്ന സംഗതികൾ. ഉദാഹരണം നിസ്കാരം പോലെ, ഹജ്ജ് പോലെ, ഇതുപോലെ. അതായത് 1ാമത്തത് കൽബിയാണ്, ശരിക്കും അള്ളാഹനെ അംഗീകരിക്കുക. ഖാലബിയാണ് അതനുസരിച്ച് നിസ്കരിക്കാൻ അങ്ങനെയുള്ള രൂപം. ഒരാൾ നിസ്കരിച്ച് നോമ്പ് വെച്ചു, അതായത് ഇസ്ലാമും ഈമാനും മനസ്സിനുള്ളിലില്ല, കാര്യമുണ്ടോ? ഇല്ല. അടുത്തത് കൈഫ അല്ലാഹു നബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു എങ്ങനെ ഹിദായത്തിലാക്കിയത്? ബിഇൻസാലി ശരീഅത്തിലൈഹി, ശരീഅത്തിന്റെ രക്തങ്ങളിലേക്ക് അയച്ചുകൊണ്ട്, മനസ്സിലായോ? 3 അസ്ഹാബുൽ ഫീൽ മൻഹും, അസ്ഹാബുൽ ഫീൽ ആരാണ്? മഹ്മൂദും അസ്ഹാബു അബ്രഹ വജൈഷു കാനൂ 60000. മഹ്മൂദ് എന്ന് പറഞ്ഞ വലിയ ആണില്ലേ, മൂപ്പര കൂട്ടുകാരും, പിന്നെ അബ്രഹത്ത് മൂപ്പര സൈന്യവും. ഇവർ എത്ര ആൾക്കാരുണ്ടായിരുന്നു? 60000, 60,000, 60,000 കേട്ടോ, 60,000. ആരിലാണ്? ഫീമൻ നസലത്ത് സൂറത്തുൽ ഹുമസ. സൂറത്ത് ആരിലാണ് ഇറക്കപ്പെട്ടത്? ഫീമൻ യഗ്താബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെയും നബിതങ്ങളെയും ഗീബത്ത് പറയുന്ന മോശപ്പെട്ട വ്യക്തികൾ, അതിലെ ഇറങ്ങിയതാണ് സൂറത്തുൽ ഹുമസ. ഉമയ്യത്ത് ബിൻ ഖലഫിനെ പോലെയുള്ള ആൾക്കാരെ കുറിച്ച്. 5ാമത്തെ ചോദ്യം, ഖുർആൻ ആദ്യം എവിടെ ഇറങ്ങിയത്? ഹിറാ ഗുഹ. 5 യുഫസ്സിറു ബിൽ അറബി, അറബിയിൽ തഫ്സീർ ചെയ്യാം. ഫഅതർന ബിഹി നഖ്അ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഫഅതർന ബിഹി എടുക്കുക, എന്നിട്ട് അതിനകത്ത് എഴുതുക ഫഹയ്യജ്ന ബിഹി ഐ മകാനൽ അദുവി, എന്നിട്ട് നഖ്അൻ എടുക്കുക, ഇത് ഉബാറൻ മിൻ ശിദ്ദത്തിൽ ഖിതാൽ. ഓക്കെ. അടുത്തത് വഹുസ്സില മാ ഫി സുദൂർ, വഹുസ്സില മാ ഫി സുദൂർ. അപ്പൊ ഹുസ്സിലന്റെ അവിടെ എടുത്തിട്ട് ബുയ്യിന മാ ഫി സുദൂർ എന്നുള്ളത് അൽ ഖുലൂബ് മിനൽ കുഫ്രി വൽ ഈമാൻ കേട്ടോ. ഇന്ന ഷാനിയക ഹുവൽ അബ്തർ, അവിടെ ഷാനിയക ഇന്ന ഷാനിയക വരേണ്ട എഴുതാം.
എന്നിട്ട് പറയാ മുബഗിദുക, നിങ്ങൾ ദേഷ്യം പിടിപ്പിച്ചവൻ എന്നുള്ള അർത്ഥം. എന്നിട്ട് ഹുവൽ അബ്തർ ചെയ്ത, എന്നിട്ട് അതിനെ തഫ്സീറാക്കിയിട്ട് അൽ മുൻഖതി അൻ കുല്ലി ഖൈർ. ഇവിടുന്ന് വേറെ ചോദ്യം ഞാൻ ചോദിക്കാണ്, ചിലപ്പോൾ ചോദ്യം വരാറുണ്ട്, മൽ അബ്തർ അൽ മുൻഖതി അൻ കുല്ലി ഖൈർ. ചിലപ്പോൾ അർത്ഥം മുത്തുമിൽ മഅന ബിൽ അറബിയ വരാറുണ്ട്. ഏത് പദം തന്നിട്ട്? അബ്തർ തന്നിട്ട്. അപ്പൊ നമ്മൾ എഴുതണം അൽ മുൻഖതി അൻ കുല്ലി ഖൈർ. അപ്പോൾ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്ത ചോദ്യം, വവജദക ضالا خاليا من الشريعة لا منحرفا من الحق. അടുത്തത് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ നഖുസ്സുക ബിൽ ഇബാദത്തി വൽ ഇസ്തിആന. അടുത്ത വലിയ ചോദ്യം, നുദർജു ബി അറബി മലയാളം, അറബി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. മാ വത്തഅക റബ്ബുക വമാ ഖലാ, അങ്ങയുടെ രക്ഷിതാവ് അങ്ങയെ കൈവെടിഞ്ഞിട്ടില്ല, ദേഷ്യപ്പെട്ടിട്ടുമില്ല. വേറെ ചോദ്യം, ഇത് ഇറങ്ങാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഇറങ്ങാൻ കുറച്ചേരം വൈകി. ഇതിന് തൊട്ട് മുമ്പ് ആയത്ത് ഇറങ്ങിയ ശേഷം. അപ്പം ഖുറൈശികളൊക്കെ ഒന്നായിട്ട് പറഞ്ഞു, മമ്മീനെ എന്ത് ചെയ്തിട്ടുണ്ട്, അവനെ പഠിച്ചവനെ ഒഴിവാക്കിക്കണ്, ദേഷ്യം പിടിച്ചിട്ടുണ്ട്. അപ്പോഴേ ഇറങ്ങി അള്ളാഹ് ഇറക്കി ആയത്താണ്. റസൂലുള്ളാഹിനെ അള്ളാഹ് ഒരിക്കലും കൈവെടിഞ്ഞിട്ടില്ലടോ, ദേഷ്യം പിടിച്ചിട്ടില്ല. ഇല്ലാത്ത പറയരുത്. അടുത്ത ചോദ്യം അർത്ഥം ഇതാണുള്ളത്, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, സൂര്യോദയം വരെ അത് രക്ഷ മാത്രമാണ്. അടുത്തത് വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. നാലാമത്തത് ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ, വിജ്ഞാനത്തെ നിങ്ങൾ എഴുത്തുകൊണ്ട് ബന്ദ് ചെയ്യൂ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നക്തുബുൽ മഅന ബിൽ അറബിയ, വി ക്യാൻ റൈറ്റ് മീനിങ് ഇൻ അറബിക്. അറബിക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അർത്ഥം ചെയ്യുക. മലയാളത്തിൽ എഴുതിയാൽ എന്തെങ്കിലും അർത്ഥം കിട്ടൂല. ഒന്ന് അലത്ത് ദമുൻ ഖലീൽ, രക്തപിണ്ഡം എന്നൊക്കെ അറിയാം, പക്ഷെ അതിനകത്ത് ദമുൻ ഖലീൽ. ബരിയ ഖൽഖ്, ഖലീഖ് ഖൽഖ് എന്നൊക്കെ എഴുതിയാൽ മതി കേട്ടോ. ബരിയ സൃഷ്ടി. അഹങ്കരിക്കുക തന്നെ ചെയ്യും, വോട്ട് കാണിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ ഈ എല്ലാ വിഷയവും നമ്മൾ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തു. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇതിൻ്റെ മിസ്രി സവാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീകൾ മശായിഖ്മാർ അമ്പിയാക്കൾ ഔലിയാക്കളുടെ ഹദറത്തിലേക്ക് അല്ലാഹു എത്തിക്കട്ടെ. അവരുടെ ഹക്കിജാ ബർക്കത്ത് കൊണ്ട് എല്ലാ പരീക്ഷണങ്ങളും നല്ല വിജയത്തിലേക്ക് അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.